Today we discuss the scanning tunneling microscope or STM. So this device is based on the principle of tunneling effect. So we know that tunneling is the ability of particles to tunnel through a potential barrier. So here the tunneling effect of electrons is used in the scanning tunneling microscope, and it is used to study the surfaces of atomic scales of size. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ആണ്. അപ്പം മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന് നമുക്കറിയാം ആ ഡിസ്റ്റൻസ് മൈക്രോസ്കോപ്പിക് ഡിസ്റ്റൻസ് ആവുമ്പോൾ അത് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഉപയോഗിക്കും. ഇത് ഉപയോഗിക്കുന്നത് അറ്റോമിക് സ്കെയിൽസ് ഓഫ് സൈസിലെ സർഫസസ് സ്റ്റഡി ചെയ്യാനാണ്. അതായത് സർഫസസിൻ്റെ മാഗ്നിഫൈഡ് ഇമേജ്. ഇതൊരു മൈക്രോസ്കോപ്പാണ്. അപ്പം അതിൻ്റെ ഒരു മാഗ്നിഫൈഡ് ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. So the STM was invented in the year 1981 by two scientists, Binning and Rohrer. And these two shared the Nobel Prize in 1986 with Ruska, the inventor of electron microscope. So Rohrer, Binning and Ruska. Ruska who invented the electron microscope. So in an STM there is a metal probe with a point which is so fine that its tip contains a single atom. So the tip is like this, very very sharp, and it contains a single atom, and this tip is brought close to a surface of a conducting or a semi-conducting material. So we know that even the loosely bound electron in an atom require several electron volts of energy to escape from the surface. So this energy is of the order of the work function. So it's somewhat of the order of a few electron volts. But when the distance between this tip and the surface is very 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 small, of the order of 1 nanometer or 2, then the electrons can tunnel across the gap even if a voltage of only 10 millivolt, a potential of 10 millivolt is applied. അപ്പോൾ അത്രയും സെവറൽ ഇലക്ട്രോൺ വോൾട്സ് ഒന്നും കൊടുക്കണ്ട, ഒരു 10 മില്ലി ഇലക്ട്രോൺ വോൾട്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഡിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ ടണലിംഗ് നടക്കും. നമ്മൾ പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്കൽ കേസിലാണ് ടണലിംഗ് നടക്കുക. അപ്പോൾ ആ ഡിസ്റ്റൻസ് വളരെ മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ നാനോ ലെവലിലാണ് ആ ഡിസ്റ്റൻസ് ആണെങ്കിൽ മാത്രമേ ടണലിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എനർജി, അപ്പോൾ ആ വർക്ക് ഫംഗ്ഷൻ്റെ എത്ര എനർജി കൊടുക്കേണ്ട, ചെറിയൊരു എനർജി, ഇപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എനർജി 10 മില്ലി ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ തന്നെ the energy of the electron is less than that of the barrier, tunneling occurs. So provided the distance between the metallic tip and the surface that we have studied is very 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 small. അപ്പം ഇങ്ങനെയുള്ള ഒരു ടിപ്പാണ് നമ്മൾ യൂസ് ചെയ്യുക. ജനറലി ഒരു ടങ്സ്റ്റൺ പ്രോബ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മളൊരു സർഫസ് STM വെച്ചിട്ട് സ്റ്റഡി ചെയ്ത് അതിൻ്റെ ഒരു പിക്ചറാണ്. അതിലെ ഓരോ ആറ്റംസും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും വിത്ത് ദി ഹെൽപ്പ് ഓഫ് STM. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു ദി ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി ഇൻ ടണലിംഗ് ആസ് e⁻²k²L. ദാറ്റ് മീൻസ് for a particular K2, T is proportional to e⁻⁻L, where L is the gap width. അപ്പം നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. L ചെറുതായിട്ട് അത് ഡബിൾ ചെയ്തപ്പോൾ തന്നെ ആ ട്രാൻസ്മിഷൻ പ്രോബിലിറ്റി നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ 10⁻⁻7 ടൈംസ് ഒക്കെ കുറഞ്ഞതായിട്ട് നമ്മൾ കണ്ടു.
So even a very small in L, that means a detectable change in the tunneling current. അപ്പോൾ പ്രോബബിലിറ്റി കുറയുമ്പോൾ അതിൽ ഇപ്പോൾ ടണൽ ചെയ്യുമ്പോൾ അവിടെ ഒരു കറണ്ട് നമ്മൾ മെഷർ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ കറണ്ട് നന്നായിട്ട് കുറയും. സോ ഈവൻ 0.0 നാനോമീറ്റർ ചേഞ്ച് ഇൻ ദി ഗ്യാപ്പ് വിഡ്ത്ത് will cause a detectable change in the tunneling current. 0.01 നാനോമീറ്റർ എന്ന് പറയുന്നത് ആറ്റംസിൻ്റെ ഡയമീറ്ററിൻ്റെ 1/20 ഒക്കെയാണ്. അപ്പം അത്രയും ചെറിയ ഡിസ്റ്റൻസിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ കറണ്ടിൽ നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഈ സർഫസസ് ഒക്കെ നമ്മൾ എത്ര സ്മൂത്തായിട്ട് കാണുകയാണെങ്കിലും മൈക്രോസ്കോപ്പിൽ അത് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഹിൽസും വാലീസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പ്രോബ് പ്ലേസ് ചെയ്യുമ്പോൾ ആ പ്രോബും അതിൻ്റെ സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. കാരണം ഒരു ഹില്ല് വരുമ്പോൾ ആ പ്രോബും ടിപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് മിനിമം ആയിരിക്കും. ഒരു വാലി വരുമ്പോൾ ഈ പ്രോബും സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ടണലിങ് കറണ്ട് കുറയുന്നു. അപ്പോൾ ആ പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പ്രോബ് ഈ സർഫസിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. സോ ദി പ്രോബ് ഈസ് മൂവ്ഡ് അക്രോസ് ദി സർഫസ്. അപ്പം അതിങ്ങനെ സ്കാൻ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇൻ എ സീരീസ് ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് ബാക്ക് ആൻഡ് ഫോർത്ത് സ്കാൻസ്. അപ്പോൾ ഈ ഇലക്ട്രോൺ ബീം TV പിക്ചർ ട്യൂബിൽ സ്കാൻ ചെയ്യുന്ന അതേ പോലെയാണ് അവിടെ സ്കാനിങ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിവൈസിന് സ്കാനിങ് ടണലിങ് മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. സോ നമുക്കിത് രണ്ട് മെത്തേഡിൽ ചെയ്യാം. അതായത് കോൺസ്റ്റൻറ്റ് കറണ്ട് മെത്തേഡ് ഉണ്ട്, അതുപോലെ കോൺസ്റ്റൻറ്റ് ഹൈറ്റ് മെത്തേഡും ഉണ്ട്. അപ്പം നമ്മൾ കോൺസ്റ്റൻറ്റ് കറണ്ട് മെത്തേഡിൽ ചെയ്ത് കഴിയുകയാണെങ്കിൽ കറണ്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കണം. സോ ദി ഹൈറ്റ് ഓഫ് ദി പ്രോബ് ഈസ് കണ്ടിന്യൂലി അഡ്ജസ്റ്റഡ് ടു ഗിവ് എ കോൺസ്റ്റൻറ്റ് ടണലിങ് കറണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഹിൽ വരുമ്പോൾ അപ്പോൾ കറണ്ട് ഫിക്സ് ചെയ്യണം. കറണ്ട് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സർഫസും ആ ടിപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈ ഹിൽ വന്നാലും വേണാലും ഒരുപോലെ ആയിരിക്കണം. അപ്പം അതിന് എന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ഹിൽ വരുമ്പം ഈ ടിപ്പ് മുകളിലേക്ക് മൂവ് ചെയ്യണം, വാല്യൂ വരുമ്പോൾ താഴേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ആ ഡിസ്റ്റൻസ് എപ്പോഴും ഒരു ഫിക്സഡ് വാല്യൂ വരണം. അപ്പോൾ എത്ര ഈ ഡിസ്റ്റൻസ് മൂവ് ചെയ്തു അത് റെക്കോർഡ് കമ്പ്യൂട്ടർ ഇതിൽ റെക്കോർഡ് ചെയ്യും. അപ്പോൾ അവിടുന്ന് ഈ സർഫസിൻ്റെ ഹൈറ്റിൻ്റെ ഒരു മാപ്പ് കിട്ടും. അപ്പോൾ അത് നമ്മൾ മറ്റു ഡിവൈസസും കൂടെ യൂസ് ചെയ്തിട്ട് അത് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്ക് അതിൻ്റെ ഒരു മാഗ്നിഫൈഡ് ഇമേജ് കിട്ടുന്ന രീതിയിലാണ് STMൻ്റെ വർക്കിംഗ്. അപ്പോൾ അതിൽ ഓരോ ഇൻഡിവിജ്വൽ ആറ്റംസിനെയും ഈ മാഗ്നിഫൈഡ് ഇമേജിൽ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്, ഇത് സ്കാൻ ചെയ്യുന്നത്, അത് ഏത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് നോക്കാം. അതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പീസോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് അറിയാം പീസോ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ മെക്കാനിക്കലായിട്ട് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഇത് കൊടുത്താൽ ചില ക്രിസ്റ്റൽസിന് അതിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. അതായത് കൺവേർഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സിറാമിക്സ് അല്ലെങ്കിൽ ഈ ക്രിസ്റ്റൽസിൽ അതിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. സോ അതിൻ്റെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ഉണ്ടാവുന്നു. സോ ദി തിക്നെസ് ഓഫ് ദി സിറാമിക്സ് ചേഞ്ചസ് വെൻ ദി വോൾട്ടേജ് ഇസ് അപ്ലൈഡ്. സോ ദിസ് ഇസ് കോൾഡ് പീസോ ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ പീസോ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് പൊട്ടൻഷ്യൽസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ ക്രിസ്റ്റൽ മൂവ് ചെയ്തിട്ട് തിക്നെസ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് ഈ ക്രിസ്റ്റൽ ഈ ടിപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മൂവ് ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ വൈബ്രേഷൻസ്. അപ്പോൾ ഈ സർഫസിലും എന്ത് ചെയ്യാം, ഇങ്ങനെ സ്കാൻ ചെയ്ത് പോവാം. അപ്പോൾ ഇങ്ങനെ ഒരു സർഫസ് ആണെങ്കിൽ ഈ ടിപ്പിന് ഇങ്ങനെ സ്കാൻ ചെയ്ത് ഇങ്ങനെ ഓരോ റോ ആയിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ ഹൈറ്റും അതിൻ്റെ വേർട്ടിക്കൽ ഡിറക്ഷനിൽ ഹൈറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നത് പീസോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിന യൂസ് ചെയ്തിട്ടാണ്. പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ഉണ്ടാവുന്നു.
സോ STMനകത്ത് പീസോ ഇലക്ട്രിക് കൺട്രോൾസ് XY ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് XY ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്നത് ഇങ്ങനെ സ്കാൻ ചെയ്ത് പോവാൻ, Z ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കോൺസ്റ്റന്റ് കറണ്ട് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹിൽ വരുമ്പോൾ നമുക്ക് മുകളിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും, വാലി വരുമ്പോൾ താഴേക്ക് മൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് വെച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി e⁻²k2L ആണ്. അവിടെ K2 അറിയാം, √2m u - e by cross h. m is the mass of the particle. ഇപ്പോൾ STMന്റെ കേസിൽ അത് ഇലക്ട്രോൺ മാസ് ആയിരിക്കും. അപ്പോൾ നല്ലൊരു T കിട്ടണമെങ്കിൽ L സ്മോൾ ആയിരിക്കണം, നാനോമീറ്റർ ഓർഡറിലായിരിക്കണം, K2 സ്മോൾ ആയിരിക്കണം. അതുകൊണ്ട് ഈ മാസ് ഓഫ് ദി പാർട്ടിക്കിൾ എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കണം. അപ്പോൾ ഇലക്ട്രോൺസിന് അങ്ങനെയുള്ള അറ്റോമിക് തലത്തിലുള്ള പാർട്ടിക്കിൾസിലെ നമുക്ക് ഈ ടണലിംഗ് കാണാൻ പറ്റുള്ളൂ. അതുപോലെ u - e എന്ന് പറയുന്നത് ഡിഫറൻസ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കണം. സോ അപ്പം നമുക്കറിയാം എല്ലാ സർഫസസും ഇങ്ങനെ സ്മൂത്തായി കഴിഞ്ഞാലും അതിൻ്റെ മൈക്രോസ്കോപ്പിക് ലെവലിൽ അതിൻ്റെ മാഗ്നിഫൈഡ് ഇമേജ് എടുക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഹിൽസ് ആൻഡ് വാലീസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് കോൺസ്റ്റന്റ് കറണ്ട് മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ കറണ്ട് കോൺസ്റ്റന്റ് ആണെന്ന് വെച്ചാൽ ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി കോൺസ്റ്റന്റ് ആണ്, e⁻²k2L കോൺസ്റ്റന്റ് ആണ്. അതായത് L എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ L ഒരു 1 നാനോമീറ്റർ ആയിട്ട് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ ഒരു ഹിൽ വരുമ്പോൾ ഇവിടെ 1 നാനോമീറ്റർ ആയിട്ട് ഫിക്സ് ചെയ്തു. ഇതിങ്ങനെ സ്കാൻ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ അതെന്തായിരിക്കും, ഇവിടെ ഒരു വാലിയാണ് വരുന്നത്. അപ്പോൾ ഇത് എപ്പോഴും 1 നാനോമീറ്റർ ആയിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ താഴേക്ക് മൂവ് ചെയ്യണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഇത് 1 നാനോമീറ്റർ സർഫസും ഇതിൻ്റെ ടിപ്പും തമ്മിൽ 1 നാനോമീറ്റർ ആവില്ലല്ലോ, ഇത്രയും വരുന്നൊരു വാലി ഉണ്ട്. അപ്പോൾ അത് പിന്നെ പിന്നെ ഒരു ഹിൽ വരുമ്പം എഗെയിൻ മുകളിലേക്ക് മൂവ് ചെയ്യണം, വാലി വരുമ്പം താഴേക്ക് മൂവ് ചെയ്യണം, ഹിൽ വരുമ്പം മുകളിലേക്ക് മൂവ് ചെയ്യണം. നല്ലൊരു ഹില്ലാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഈ മൂവ്മെൻറ്റ് പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് വെച്ചിട്ടാണ് ഈ മൂവ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ എത്ര മൂവ് ചെയ്തു എന്നത് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു നന്നായിട്ട് താഴേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു വാലി ഉണ്ട്, നന്നായിട്ട് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഹില്ലുണ്ട്. അപ്പോൾ അത് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് ഈ സർഫസിൻ്റെ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് കോൺസ്റ്റന്റ് കറന്റ് മോഡ് എന്ന് പറയുന്നത്. അടുത്തത് കോൺസ്റ്റന്റ് ഹൈറ്റ് മോഡാണ്. അതായത് നമ്മൾ ഇതിൻ്റെ ഹൈറ്റ്, നമ്മൾ ഈ ടിപ്പിൻ്റെ ഹൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വെർട്ടിക്കൽ ഡിറക്ഷനിൽ ചേഞ്ച് ചെയ്യുന്നില്ല. ഈ ഹൊറിസോണ്ടൽ സ്കാൻസ് XY ഡിറക്ഷനിൽ ഇങ്ങനെ സ്കാൻ ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഹൈറ്റ് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ എന്താ കോൺസ്റ്റന്റ്, h is a constant, ഹൈറ്റ് is a constant. അപ്പോൾ ഹൈറ്റ് കോൺസ്റ്റന്റ് ആകുമ്പോൾ നോക്കിക്കേ, ഇപ്പം നമ്മളിത് ഈ ടിപ്പ് ഇങ്ങനെ തന്നെ വെർട്ടിക്കൽ ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഹിൽ വരുമ്പോൾ നമുക്കറിയാം കറണ്ട് കൂടുതലായിരിക്കും, വാലി വരുമ്പോൾ കറണ്ട് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നല്ലൊരു വാലി വരുമ്പോൾ കറണ്ട് നന്നായിട്ട് കുറയും, നല്ലൊരു ഹിൽ വരുമ്പോൾ കറണ്ട് നന്നായിട്ട് കൂടും. അപ്പോൾ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതായത് ഹൈറ്റ് ചേഞ്ച് ചെയ്യാത്ത മെത്തേഡിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ഹൈറ്റ് മോഡ് എന്ന് പറയുന്നത്. സോ ഹിയർ ദി ടണലിംഗ് കറന്റ് ചേഞ്ചസ്. സോ I not equal to a constant. So whenever a hill comes, I is maximum, and whenever a valley comes, the current will be minimum. അപ്പോൾ ഈ മെത്തേഡ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു ചെറിയൊരു ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ തന്നെ കറണ്ട് നന്നായിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ നല്ലൊരു വാല്യൂ ഒക്കെ വരികയാണെങ്കിൽ കറണ്ട് നന്നായിട്ട് ചേഞ്ച് ചെയ്യും, നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അത്രയും കറണ്ട് മെഷർ ചെയ്യാനുള്ള ഡിവൈസസ് ഒന്നും അവൈലബിൾ ആയിരിക്കണം എന്നില്ല, നല്ല ചേഞ്ച്, ചെറിയ സ്മോൾ കറൻസ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എപ്പോഴും കോൺസ്റ്റന്റ് കറന്റ് മോഡാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അമ്മീറ്റർ തന്നെ ത്രൂ ഔട്ട് യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇങ്ങനെ കോൺസ്റ്റന്റ് ഹൈറ്റ് മോഡാണെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ് ഹൈറ്റ് മോഡിൽ ഡിഫറെൻറ്റ് അമ്മീറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരാം. അതായത് ഒരു ഹിൽ വരുമ്പോൾ നമുക്ക് കറണ്ട് കൂടുതലായിരിക്കും, അപ്പോൾ മൈക്രോമീറ്റർ എല്ലാം യൂസ് ചെയ്യേണ്ടി വരാം. ഇനി ഒരു വാലി വരുവാണെങ്കിൽ നമുക്ക് നാനോ പൈക്കോ അമ്മീറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സെയിം ഡിവൈസ് കൊണ്ട് തന്നെ എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ തന്നെ മെഷറബിൾ അല്ലാത്ത വളരെ ചെറിയ കറൻസും ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും കോൺസ്റ്റന്റ് കറന്റ് മോഡ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഇനി നെക്സ്റ്റ് ചെയ്യാം, കോൺസ്റ്റന്റ് കറന്റ് മോഡ്സ് യൂഷ്വലി പ്രിഫേർഡ്. ആൻഡ് STMന്റെ ഒരു ജസ്റ്റ് ഒരു സിമുലേഷൻ ടൈപ്പ് വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ മെറ്റൽ ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഹിൽസും വാലീസും ഉണ്ടാവും. ഇങ്ങനെ ഒരു പോയിന്റർ ആയിരിക്കും ഉണ്ടാവും, ഒറ്റ ഒരു ആറ്റം
എന്നുള്ള ഒരു പോയിന്റർ ആയിരിക്കും STMനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഈ ഡിസ്റ്റൻസ് അനുസരിച്ചാണ് ടണലിംഗ് കറന്റ് വേരി ചെയ്യുക. അപ്പോൾ ഒരു ഹിൽ വരുമ്പോൾ കറന്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ടണലിംഗ് നടക്കും. ഒരു ചെറിയൊരു പൊട്ടൻഷ്യൽ കൊടുക്കണം ഈ പ്രോബിനും അതുപോലെ സർഫസിനും ഇടയിൽ ഒരു ചെറിയ പൊട്ടൻഷ്യൽ കൊടുക്കണം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ കണ്ടില്ലേ, ഹൈറ്റ് ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, കറന്റ് വേരി ചെയ്യുന്നു. ഹിൽ വരുമ്പോൾ കറന്റ് കൂടുതൽ, വാലി വരുമ്പോൾ കറന്റ് കുറവായിരിക്കും. കറന്റ് വേരി ചെയ്യുന്നത് കോൺസ്റ്റന്റ് ഹൈറ്റ് മോഡാണ്. ഹൈറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, ഈ XY ഡിറക്ഷനിൽ സ്കാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ കോൺസ്റ്റന്റ് കറന്റ് മോഡിൽ നമ്മൾ ഇതിൻ്റെ Z ഡിറക്ഷനിലുള്ള ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. ഹൈറ്റ് ആണ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്. കറന്റ് കണ്ടില്ലേ, ഫിക്സഡ് ആണ്. വാലി വരുമ്പോൾ താഴേക്ക് മൂവ് ചെയ്യണം, ഹിൽ വരുമ്പോൾ മുകളിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, അതായത് വെർട്ടിക്കൽ ഡിറക്ഷനിലെ ഡിസ്റ്റൻസ്. ഇത് കോൺസ്റ്റന്റ് കറന്റ് മോഡാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് മോഡിലും ഓപ്പറേറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞു കോൺസ്റ്റന്റ് കറന്റ് മോഡാണ് കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത്, കാരണം നമുക്ക് ഒരു ഡിവൈസ് മതി അത് മെഷർ ചെയ്യാൻ. അതുപോലെ സ്മോൾ കറൻസ് വരുന്ന ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഒരു STMന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പിൾ. അപ്പോൾ ഈ സാമ്പിൾ ഇത് ടിപ്പാണ്. ഈ സാമ്പിളിനും ടിപ്പിനും ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ, ഒരു ടണലിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ടിപ്പിന്റെ മൂവ്മെന്റ് നമുക്കറിയാം, ഇതിങ്ങനെ XY ഡിറക്ഷനിൽ സ്കാൻ ചെയ്യണം. അതുപോലെ കോൺസ്റ്റന്റ് കറന്റ് മോഡ് ആണെങ്കിൽ Z ഡിറക്ഷനിലും അത് സ്കാൻ ചെയ്യേണ്ടി വരും. ഈ സർഫസ് ഇങ്ങനെ നമുക്ക് മാക്രോസ്കോപ്പിക് സ്കെയിലിൽ നോക്കുമ്പോൾ ഇത് സ്മൂത്ത് ആയിട്ട് കാണാം, പക്ഷെ മൈക്രോസ്കോപ്പിക് ലെവലിൽ ഇങ്ങനെ ആറ്റംസ്, ഹൈൽസും വാല്യൂസും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഇതിന്റെ പോയിന്റർ എന്ന് പറഞ്ഞാൽ 1 ആറ്റം തിക്കാണ്. ഇതിന്റെ ഈ മൂവ്മെന്റ് എന്ന് പറയുന്നത് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദി പീസോ ഇലക്ട്രിക് ട്യൂബ് വിത്ത് ഇലക്ട്രോൺസ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ സ്കാൻ ചെയ്യാൻ ഡിസ്റ്റൻസ് കൺട്രോൾ ആൻഡ് സ്കാനിങ് യൂണിറ്റ് ഉണ്ട്. ഇതിന് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് കൺട്രോൾ വോൾട്ടേജസ് ഫോർ പീസോ ട്യൂബ് അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ മൂവ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ഇത് ഡിറക്ഷനിൽ ഇത് മൂവ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന കറന്റ് സ്മോൾ കറന്റ് ആണെങ്കിൽ അതിനൊരു ആംപ്ലിഫയറിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഫീഡ് ചെയ്യാം. അപ്പോൾ ഇത് എന്നിട്ട് ഇതിനെ ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യണം എന്നുള്ള കറണ്ടിനനുസരിച്ച് കറണ്ട് കോൺസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ സ്കാനിങ് യൂണിറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഈ കിട്ടിയ ഡാറ്റയൊക്കെ ഒരു ഡാറ്റ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് ഫീഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ഡാറ്റ പ്രോസസ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ കോൺസ്റ്റന്റ് കറന്റ് മോഡ് ആണെങ്കിൽ എത്ര ഹൈറ്റ് മൂവ് ചെയ്തു എന്നുള്ള അതെല്ലാം അതിൽ ഡിജിറ്റൽ ഇൻഫർമേഷൻ അത് ഒരു പിക്ചർ ആക്കിയിട്ട് അതിൻ്റെ ഒരു മാഗ്നിഫൈഡ് ഇമേജ് ഇവിടെ കിട്ടുന്നു. കോൺസ്റ്റന്റ് ഹൈറ്റ് മോഡ് ആണെങ്കിൽ എത്ര കറണ്ട് കുറഞ്ഞു. അപ്പോൾ കറണ്ട് കുറഞ്ഞാൽ അതിൻ്റെ മീനിങ് അവിടെ ഒരു വാല്യൂ ഉണ്ട്. അതുപോലെ കറണ്ട് കൂടിയാൽ അതിൻ്റെ മീനിങ് അവിടെ ഒരു ഹില്ലുണ്ട്. ഹൈറ്റ് മോഡാണെങ്കിൽ നമുക്കറിയാം അങ്ങനെയാണ് വരുന്നത്. ഇനി കറന്റ് മോഡ് ആണെങ്കിൽ നമ്മൾ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, അപ്വേർഡ് ആണോ മൂവ് ചെയ്തത്, ഡൗൺവേർഡ് ആണോ. അപ്വേർഡ് ഡിറക്ഷനിലാണ് മൂവ് ചെയ്തെങ്കിൽ ഹില്ലാണ്, ഡൗൺവേർഡ് ആണ് മൂവ് ചെയ്തെങ്കിൽ വാലിയാണ്. അപ്പോൾ വാലിയുടെ എന്തിൻ്റെ ഹില്ലിൻ്റെ ഒക്കെ വാലിയുടെ ഡെപ്ത് അതുപോലെ ഹില്ലിൻ്റെ ആ ഹൈറ്റ് ഒക്കെ കണ്ടുപിടിക്കാനും പറ്റും. അതെല്ലാം കൂടെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഈ സർഫസിൻ്റെ ഒരു മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും ഈ ഡിസ്പ്ലേ യൂണിറ്റിൽ കിട്ടുക. സോ അപ്പോൾ അതുപോലെ തന്നെ ഈ ഹൈറ്റിൻ്റെ മാത്രം ഒരു മെഷറല്ല STM എന്ന് പറയുന്നത്. ടോപ്പോഗ്രഫിക്കൽ മാപ്പ് മാത്രമല്ല സർഫസ് ഹൈറ്റിൻ്റെ, ബട്ട് ഇറ്റ്സ് എ കോണ്ടൂർ മാപ്പ് ഓഫ് കോൺസ്റ്റന്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി. അതായത് ഡിഫറെൻറ്റ് എലിമെന്റ്സ് അപ്പിയർ ഡിഫറെൻ്റ്ലി ഇൻ STM. അപ്പോൾ ഹൈറ്റിനനുസരിച്ച് ഹൈറ്റും ഹിൽസും വാലീസും മാത്രമല്ല കാണിക്കുക, അതിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ മാപ്പും കൂടെയാണ്. അപ്പോൾ ഓരോ എലിമെന്റിനും നമുക്കറിയാം ഓരോ ആറ്റത്തിനും ഇലക്ട്രോൺ ഡെൻസിറ്റി വ്യത്യാസമായിരിക്കും, അറ്റോമിക് നമ്പർ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് എലിമെന്റ്സ് appear differently in an STM. So STM was used as a research tool. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു silicon atoms on the surface of a silicon crystal. So this form a regular repeated pattern. So this is the image produced by the STM. അപ്പോൾ ഓരോ ആറ്റത്തിനും ഡിഫറെൻ്റ് ഇമേജ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ആ ഐഡൻറ്റിഫിക്കേഷനും കൂടെ നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ മാഗ്നിഫൈഡ് ഇമേജും ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് ആ പെർട്ടിക്കുലർ എലിമെൻറ്റിനെ അല്ലെങ്കിൽ ആറ്റത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. പക്ഷെ STMന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബയോളജിക്കൽ മെറ്റീരിയൽസിനെ STM യൂസ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല.
അതായത് ബയോളജിക്കൽ മെറ്റീരിയൽസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, പക്ഷെ അവിടെ അയോൺസ് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ആയിരിക്കില്ല. സോ അയൺസ് ഫ്ലോ ചെയ്യുമ്പോൾ നമുക്കറിയാം അയൺസ് മാസീവ് ആണല്ലേ, അപ്പോൾ K2 എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി കുറവായിരിക്കും. സോ ദി ബയോളജിക്കൽ മെറ്റീരിയൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ബൈ ദി ഫ്ലോ ഓഫ് അയോൺസ് rather than the electrons. So the biological materials cannot be studied with the help of STM. അപ്പോൾ ബയോളജിക്കൽ മെറ്റീരിയൽസ് എല്ലാം സ്റ്റഡി ചെയ്യാൻ നമ്മൾ വേറൊരു തരം മൈക്രോസ്കോപ്പാണ് യൂസ് ചെയ്യുന്നത്, അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ്. അപ്പോൾ അത് നമ്മൾ ടണലിംഗ് അല്ല അവിടെ യൂസ് ചെയ്യുന്നത്, വാണ്ടർവാൾസ് ഫോഴ്സ് ബിറ്റ്വീൻ ദി സർഫസ് ആൻഡ് പിൻ. അവിടെ ഒരു ടിപ്പാണ് യൂസ് ചെയ്യുന്നത്, ആ ഫോഴ്സ് ആണ് മെഷർ ചെയ്യുന്നത്. സോ അത് ടണലിംഗ് അല്ല അവിടെ പ്രോസസ്. അപ്പോൾ നമുക്ക് ബയോളജിക്കൽ മെറ്റീരിയൽസിനെ STM യൂസ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല, AFM യൂസ് ചെയ്യണം, അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ്. So in an AFM, a sharp tip of a fractured diamond presses gently against the atoms of the surface, and the van der Waals force between the surface and the tip is studied. So from this, the image, the process ചെയ്തിട്ട് surface image of the material can be seen in a computer screen. Okay. നമ്മൾ STM എന്ന് പറയുന്നത് ടണലിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. സോ നാനോ മെറ്റീരിയൽസിൻ്റെ കേസിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് STM. അതിൻ്റെ നാനോ മെറ്റീരിയൽസിൻ്റെ മാഗ്നിഫൈഡ് ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട്.